വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് സരോവരത്ത് കണ്ടെത്തിയത് 2019 കാണാതായ വിജിലിന്റെ മൃതദേഹം തന്നെയെന്ന് സ്ഥിരീകരണം. വിജിലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും DNA-യുമായി ഇത് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. സരോവരത്തെ ചതുപ്പിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയതിന് പിന്നാലെ വിജിലിന്റെ സുഹൃത്തുക്കൾ പിടിയിലായിരുന്നു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഗുഡ് മോർണിംഗ്. 2019 ഈ വിജിലിനെ കാണാതാക്കുന്നത്. ഒടുവിൽ വിജിലിന്റെ തിരോധാനത്തിൽ ഒരു നിർണായക വഴിത്തിരിവ്. ആ ചതുപ്പിൽ കണ്ടെത്തിയ മൃതദേഹം വിജിലിന്റേതാണെന്ന് DNA-യുമായി മാച്ച് ചെയ്തതിനു ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഒപ്പം ഈ വിജിലിന്റെ ചില സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്തിരുന്നല്ലോ, അവർ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അനഘ. അശ്വതി, വിജിൽ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സരോവരത്തെ ചതുപ്പിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ, മൃതദേഹാവശിഷ്ടങ്ങൾ, അത് വിജിലിന്റേതെന്ന് സ്ഥിരീകരിക്കുന്ന DNA റിപ്പോർട്ട് ഇപ്പോൾ പോലീസിന് പുറത്തു വന്നിരിക്കുകയാണ്. 2019 ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള 24 വയസ്സുകാരൻ വിജിലിനെ കാണാതാകുന്നത്. അന്ന് വിജിലിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് ഒരു മിസ്സിംഗ് കേസായി ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അന്വേഷണം ആരംഭിക്കുന്നു. പക്ഷേ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം 2025 ഈ മിസ്സിംഗ് കേസ്, കോഴിക്കോട് ജില്ലയിൽ നടന്നിരിക്കുന്ന മിസ്സിംഗ് കേസുകൾ മുഴുവൻ പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള നാരായണൻ അതിന് ഉത്തരവിടുന്നു. അതിന്റെ ഭാഗമായിട്ട് വിജിൽ തിരോധാന കേസ് വീണ്ടും പോലീസ് അന്വേഷിക്കുന്നു. അങ്ങനെയാണ് വിജിലിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയെടുക്കുന്നത്. ഈ സുഹൃത്തുക്കളുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ പോലീസ് കണ്ടെത്തുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സരോവരത്തെ ചതുപ്പിൽ വിജിലിനെ ചവിട്ടി താഴ്ത്തി എന്ന് വിജിലിന്റെ സുഹൃത്തുക്കൾ തന്നെ പോലീസിന് മൊഴി നൽകുന്നത്. തുടർന്ന് പോലീസ് ചതുപ്പിലെത്തി പരിശോധന നടത്തുകയും ചെയ്യുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു. ഈ മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് DNA പരിശോധനയ്ക്ക് വേണ്ടി അയക്കുന്നു. ഈ DNA പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്ന ഈ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് വിജിലിന്റെ തന്നെയായിരുന്നു ആ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് പോലീസ് കണ്ടെത്തുന്നു. ഈ വിജിലും ഇപ്പോൾ നിലവിൽ പോലീസ് പിടിച്ചിരിക്കുന്ന 3 സുഹൃത്തുക്കളും ചേർന്ന് ഈ സരോവരത്തെത്തി ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുകയായിരുന്നു. ഈ സമയത്ത് അമിത അളവിൽ ലഹരി ഉള്ളിൽ ചെന്ന വിജിൽ അബോധാവസ്ഥയിൽ സരോവരത്തെ ആ ചതുപ്പിൽ അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു. സുഹൃത്തുക്കൾ വിജിലിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് കടന്നു കളയുന്നു. പിന്നീട് പിറ്റേ ദിവസമാണ് സുഹൃത്തുക്കൾ വിജിലിന്റെ ആ സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോഴേക്കും വിജിൽ മരണപ്പെട്ടിരുന്നു. ഈ സുഹൃത്തുക്കൾ ചേർന്ന് ആ പ്രദേശത്തെ ചതുപ്പിൽ വിജിലിന്റെ മൃതദേഹം കല്ല് കെട്ടി താഴ്ത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നീട് 8 മാസങ്ങൾക്ക് ശേഷം ഈ സുഹൃത്തുക്കൾ വീണ്ടും ആ സ്ഥലത്തെത്തി വിജിലിന്റെ അസ്ഥികൂടം അത് ശേഷക്രിയകളൊക്കെ തന്നെ ചെയ്ത് കടലിൽ ഒഴുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ പിന്നീട് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസ് പോലീസിനെ സംബന്ധിച്ച്, കോഴിക്കോട് പോലീസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒന്നായിരുന്നു. കാരണം 5 വർഷത്തിന് ശേഷം ഒരു മിസ്സിംഗ് കേസ് അത് കൊലപാതകമാണെന്ന് തെളിയിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും ഒടുവിൽ വന്നിരുന്ന വിവരമാണ് ഇപ്പോൾ DNA പരിശോധനാ ഫലത്തിൽ അത് വിജിലിന്റേതാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ വിജിൽ കേസിൽ 3 സുഹൃത്തുക്കളാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇവർ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഈ 3 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവർ ഇപ്പോൾ ജയിലിൽ തുടരുകയാണ്. അശ്വതി. തീർച്ചയായും അനഘയാണ് ചില സുപ്രധാന വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് സരോവരത്ത് കണ്ടെത്തിയത് 2019 കാണാതായ വിജിലിന്റെ മൃതദേഹമാണെന്നാണ് ഒടുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ഡ്രഗ്സ് ഉപയോഗിച്ച ശേഷം, സുഹൃത്തുക്കളുമായി ചേർന്ന് ഡ്രഗ്സ് ഉപയോഗിച്ച ശേഷം വിജിലിന് അളവ് കൂടിപ്പോകുകയും അതിനുശേഷം അദ്ദേഹം ബോധരഹിതനായി വീഴുകയുമായിരുന്നു. പിന്നീട് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇപ്പോൾ സുഹൃത്തുക്കൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ആ ഒരു ചതുപ്പിലേക്ക് മൃതദേഹം ചവിട്ടിത്താഴ്ചത്. നിർണായക വിവരങ്ങളാണ് അനഘ ഹർഷൻ കോഴിക്കോട് നിന്നും പങ്കുവച്ചത്. ഇനി കണ്ണൂർ ജില്ലാ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിന് തടവുകാരന്റെ മർദ്ദനം. പോക്സോ കേസ് പ്രതിയായ കോഴിക്കോട് ഏലത്തൂർ സ്വദേശി രാഹുലാണ് മർദ്ദിച്ചത്. മറ്റൊരു മുറിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഈ കയ്യേറ്റം. വിവരങ്ങൾ നൽകും മിഥുൻ പിള്ള. മിഥുൻ, വളരെ നിർണായകമായൊരു വിവരമാണല്ലോ. ഈ കണ്ണൂർ ജില്ലാ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ എന്തിനാണ് ഈ തടവുകാരൻ മർദ്ദിച്ചത്? എന്താണ് ഈ പോക്സോ കേസ് പ്രതിയുടെ ഡിമാൻഡ്സ്?